അസാധാരണമായ ഒരു കാര്യമാണത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ലോക്സഭയോ അല്ലെങ്കിൽ ഒരു നിയമസഭയോ ആയ പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകൾ കാലുമാറി പോകുക എന്നുള്ളത് അത് CPM-ലേക്കായാലും CPM-ൽ നിന്നായാലും BJP-യിലേക്കായാലും BJP-യിൽ നിന്നായാലും കോൺഗ്രസ്സിൽ നിന്നൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവം, ഒരു അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു മനോജ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ഈ വരാൻ പോകുന്ന പൊതുതിരഞ്ഞെടുപ്പ് അസാധാരണമാണെന്ന് പറയാൻ കാരണം അതിലുണ്ടായ വർധന മാത്രമല്ല, അതിനോടുള്ള സമീപനത്തിൽ വ്യത്യാസം കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് അതിനോടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം ശ്രദ്ധയാണ്. നമുക്ക് ഇന്നത്തെ നിലയിൽ നിന്ന് തുടങ്ങാം. ഇന്നിപ്പോൾ പ്രേംകുമാർ, മുൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ പ്രേംകുമാർ കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അദ്ദേഹം അരുവിക്കരയോ നെയ്യാറ്റിൻകരയോ ഒക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. ചില ചാനലുകൾ കഴക്കൂട്ടം എന്ന് പറയുന്നു. നാടാർ വോട്ടുകളെ മുൻനിർത്തിയാണ് പ്രേംകുമാറിനെ കൂടെ കൊണ്ടുപോകാൻ നീക്കം നടത്തുന്നതെന്ന് KC വേണുഗോപാലിൻ്റെ അടുത്ത വൃത്തങ്ങൾ വരെ പറയുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് സംഭവം? ഇങ്ങനെയുള്ള ആളുകൾ ഒരു 5-ലധികം പേരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇവർ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കും. അത് CPM ഭരിക്കുന്നെങ്കിൽ CPM-ൻ്റെ അധികാര സ്ഥാനത്തിരിക്കും. പ്രത്യേകിച്ചും ഈ പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം അവർ ഈ RSSകാരെയും കോൺഗ്രസ്സുകാരെയും രാഷ്ട്രീയ ബുദ്ധിജീവികളെയൊക്കെ വലിയ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നു. സിനിമയിലൊക്കെ മുഴുവൻ അത് തന്നെയാണ്. സിനിമയിൽ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കമ്മീഷൻ്റെയും സിനിമയുമായി ബന്ധപ്പെട്ട പല സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ആളുകൾ. അവരുടെ സ്ഥിരം ക്ഷണിതാക്കൾ, നയരൂപീകരണ സമിതിയിലൊക്കെ ക്ഷണിക്കുക സുരേഷ് കുമാർ, മേനക സുരേഷ് എന്ന് പറയുന്ന നിർമ്മാതാവിനെയൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾ. ഇങ്ങനെയുള്ള ആളുകളെ നയിക്കും. എന്നിട്ട് ഈ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഇവർ അന്നുണ്ടായ സ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ടൊരു ലെവലിലേക്ക് ഉയരും. ആദ്യം ചിലപ്പോൾ വൈസ് ചെയർമാനായിരിക്കും. പ്രേംകുമാർ ആണെങ്കിൽ വൈസ് ചെയർമാനായി വരുന്നു. അദ്ദേഹം സഖാവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചാണ് മൂപ്പരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയായിട്ട് ഇവർ കൊണ്ട് നടന്നിരുന്നത്. മൂപ്പർ പിന്നെ കൃത്യമായി തന്ത്രപരമായി സീരിയലുകളൊക്കെ വിമർശിക്കും. അങ്ങനെയൊക്കെയുള്ള തന്ത്രപരമായ സമീപനവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രഞ്ജിത്ത് ഒരു കേസിൽ കുടുങ്ങി. അപ്പം മൂപ്പര് പെട്ടെന്ന് ചെയർമാനായി ആക്ട് ചെയ്യാൻ തുടങ്ങി. ഒടുക്കം മൂപ്പരെ ചെയർമാനാക്കി, താൽക്കാലിക ചെയർമാനാക്കി. പിന്നെ അതിങ്ങ് സ്ഥിരതയായ ലെവലിലേക്ക് പോയി. അതോടുകൂടി മൂപ്പര് പെട്ടെന്ന് ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കുറ്റബോധം കൊണ്ടോ എന്തോ മൂപ്പരപ്പം തന്നെ പറഞ്ഞു, ഞാൻ രഞ്ജിത്ത് സാറ് അല്ലെങ്കിൽ രഞ്ജിത്ത് ഏട്ടൻ മാറി വരുന്നത് വരെയുള്ള താൽക്കാലിക ഇതിലേക്കാണെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് സ്ഥിരമായി. പിന്നീട് ഇപ്പോൾ പറയുന്നത് കാലാവധി പൂർത്തിയായി എന്നാണ് അവർ വിശദീകരിക്കുന്നതെന്നാണ് പ്രേംകുമാറിനെ പറയുന്നത്. എന്നെ മാത്രം കാലാവധി പൂർത്തിയായപ്പോൾ മാറ്റി, ബാക്കിയുള്ളവരെ മാറ്റിയില്ല എന്നാണ്. അപ്പോൾ മാറ്റുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഞാൻ മാറേണ്ട ആളല്ല, ഞാൻ തുടരേണ്ട ആളാണെന്നുള്ള തോന്നലുണ്ടാവുന്നു. ആ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ നിന്ന് മാറുമ്പോൾ എനിക്ക് വികാരം ഉണ്ടാവുന്നു. ഞാൻ മുറിവേറ്റ ആളായി മാറുന്നു. അങ്ങനെ ആ പ്രധാനപ്പെട്ടൊരു സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറില്ലാത്ത, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളായി മാറുന്നു. അതോടുകൂടി എന്നെ നിയമിച്ച ആളുകളോട് ഞാൻ ഉടക്കുന്നു, അവിടുന്ന് മാറുന്ന ഘട്ടത്തിലാണ് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനായിട്ടും CPM-ആയിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വിൽപ്പനയ്ക്ക് വെക്കുന്ന ആളുകളെപ്പോൾ ഇവർ പറയുകയാണ്, എന്നെ വേണമെങ്കിൽ എടുത്തോ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലുള്ള ആളാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ KC വേണുഗോപാലും VD സതീശനൊക്കെ പറന്നിറങ്ങുന്നു, ചർച്ച നടത്തുന്നു, സ്വീകരിക്കുന്നു. ഇനിയിപ്പം സ്ഥാനാർത്ഥിയും കൂടി ആക്കിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് പ്രേംകുമാറിൻ്റെ സാഹചര്യമാണ്. ഇനി പ്രേംകുമാർ ഒരു സ്ഥാനാർത്ഥിയായി മാറും. പ്രേംകുമാറിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയാക്കും ഉണ്ടാകുന്ന പ്രശ്നം, കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം, അത് എന്തുമാത്രം സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സ്വാധീനം എത്രയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുന്ന വോട്ടിൻ്റെ പെരുപ്പം എത്രയാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് അവർ അളക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അവിടെയാണ് മാർക്കറ്റ് ചെയ്യാനുള്ള തരത്തിൽ പെട്ടെന്ന് പ്രേംകുമാർ പറയുന്നു, ഞാൻ ഭയങ്കരമായ ദൈവവിശ്വാസിയായിരുന്നു എന്നുകൂടി അടിച്ചു വിടുന്നു. പണ്ട് PV അൻവർ പറഞ്ഞതൊക്കെ പെട്ടെന്നൊരു ദിവസം എൻ്റെ ദൈവവിശ്വാസം അവിടെ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. CPM-ൽ 10-15 കൊല്ലക്കാലം അവിടുത്തെ പ്രധാന അധികാര സ്ഥാനത്തിരിക്കുമ്പോഴൊക്കെ സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ ദൈവവിശ്വാസം ഒരു കുഴപ്പത്തിലായി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പ്രേംകുമാറും സമാനമായി പറഞ്ഞു, എനിക്ക് ദൈവവിശ്വാസിയാണ് ഭയങ്കരം എന്ന്. അപ്പോൾ തന്നെ ചാനലുകൾ പറയാൻ തുടങ്ങി, നാടാർ വോട്ടുകളെ മുൻനിർത്തി സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇതാണ് പ്രേംകുമാറിൻ്റെ അവസ്ഥ. ഇവിടുന്ന് അധികം ദൂരെയല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്ത് ഒരു ആയിഷ പൂറ്റിയെ കാണാൻ പറ്റും. ആയിഷ പൂറ്റി 2 ടേമിൽ MLA ആയി കൊട്ടാരക്കര കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരാളായി നിന്ന ആളാണ്. അവർക്ക് പെട്ടെന്നൊരു ദിവസം ഒരു 5 കൊല്ലം മാറി നിന്ന ഘട്ടത്തിൽ ഭയങ്കര ശ്വാസം മുട്ടുണ്ടായി, എനിക്ക് പോകാൻ കാറ് പോലുമില്ല, വണ്ടി പോലുമില്ല എന്ന് അവർ പരാതി പറയുന്നു. അങ്ങനെ ഒരു പരാതി കേട്ട് കോൺഗ്രസ് അങ്ങോട്ട് ചെല്ലുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊന്നുമില്ല ആളല്ല, അല്ലാതെ തന്നെ പശ്ചാത്തലമാണ് എൻ്റെ എന്ന് അവർ പ്രേംകുമാർ പറഞ്ഞതിന് സമാധാനമായി പറയുകയും അങ്ങനെ അവർക്ക് അവിടെ നല്ലൊരു കൊട്ടാരക്കരയിലൊരു സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ പൂറ്റി അതിലേക്ക് വരുന്നു. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ജയൻ ചേർത്തല
മൂപ്പര് NCPയിലൊക്കെ ആയിരുന്നു, LDFൽ. ജയൻ ചേർത്തലയും പെട്ടെന്ന് KC വേണുഗോപാൽ വിളിച്ചൊരു യോഗത്തിൽ പോകുന്നു, അവിടുന്ന് ഭയങ്കരമായ സ്വീകാര്യത കിട്ടുന്നു. അങ്ങനെ ജയൻ ചേർത്തല അടുത്ത സ്ഥാനാർത്ഥിയാവാൻ പോവാണ്. ഇപ്പം തന്നെ 3 ആളായില്ലേ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സുരേഷിനെ കാണുന്നത്. VSൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ സുരേഷിനെ പോലെ നിരവധി പേർ, VS അച്യുതാനന്ദന് മാത്രമല്ല പ്രധാനപ്പെട്ട മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ഒപ്പം പേഴ്സണൽ സ്റ്റാഫിൽ വർക്ക് ചെയ്ത നിരവധി പേര് നമുക്കുണ്ട്. പക്ഷേ ചില ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ മാത്രം കെൽപ്പുള്ള ആളായി വളരുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ മൂപ്പർക്ക് മലമ്പുഴയിൽ VSൻ്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം തരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. VD സതീശൻ്റെ യാത്രയുടെ തുടർച്ചയായിട്ട് അവിടെ എത്തുന്നു. അങ്ങനെ സുരേഷിനെ യാത്രയെ ക്ഷണിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. VSൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രത്യേകത, അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാഷ്ട്രീയമായി പല പ്രശ്നങ്ങളും പുറത്താക്കപ്പെടുന്ന ആളുകൾ നമ്മൾ കണ്ടതാണ്. വലിയ സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയമായ നടപടി CPM അന്നൊക്കെ എടുത്തിരുന്നത് നമ്മുടെ മുമ്പിൽ. പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ KM ഷാജഹാൻ എല്ലാ തെരഞ്ഞെടുപ്പിനും മൂപ്പർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാവും. VSൻ്റെ ഒപ്പം പേഴ്സണൽ സ്റ്റാഫായിരുന്നു. അദ്ദേഹത്തിനും ഞാൻ VSനെ പോലെ ഒരാളാണ് ഞാനെന്ന് തോന്നലുണ്ടാകുന്നതുകൊണ്ടാണെന്നൊക്കെ വിമർശകർ പറയുന്നുണ്ട്. ഏകദേശം അങ്ങനെയുള്ള തോന്നലാണ്. VS അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള തോന്നൽ, VS ഞാൻ തന്നെയാണെന്നുള്ള തോന്നലൊക്കെ കൊണ്ട് അങ്ങനെ ആവുന്നുണ്ട്. സുരേഷിൻ്റെ അത് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. സുരേഷ് ഈ പാർട്ടിയിലെ ഒരംഗമായിരുന്നു. അദ്ദേഹം പാലക്കാട് കൽപ്പാത്തി, പാലക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട SFI കാലം മുതൽ അവിടെ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ VSൻ്റെ ഈ സാഹചര്യത്തിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ട് 10-15 വർഷമായി എന്നാണ് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് നടപടി ഉണ്ടായില്ല. എന്നാൽ സതീശൻ്റെ പുതുയുഗ യാത്ര ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് MA ബേബിക്ക് ഒരു കത്തെഴുതാൻ വേണ്ടി ഫേസ്ബുക്കിൽ കത്തെഴുതാൻ വേണ്ടി പോയി. അങ്ങനെ കത്തൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. സുരേഷ് യാത്രയോട് സഹകരിക്കാനുള്ള ആവശ്യം സുരേഷിനോട് ഉന്നയിക്കുന്നു. അങ്ങനെ നാളെ യാത്രയിൽ ചേരുവത്രേ. അത് കഴിഞ്ഞ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവും. അങ്ങനെ VSൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടാമത്തെ ആളും പ്രധാനപ്പെട്ട നേതാവായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾ വന്നിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പോയി, പിന്നീട് കുറ്റബോധത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. സിന്ധു ജോയ് ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അവർ പിന്നീട് യുവജന കമ്മീഷൻ്റെ ഒരു പ്രധാന യൂത്ത് കമ്മീഷൻ്റെ ആളായി മാറി. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവർ അപ്രത്യക്ഷയായി. പിന്നീട് ഇപ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ കുറച്ചു കാലം മുന്നെയാണ് അവരുടെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിൽ പോയതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളിലെ വീഴ്ചകളും ഒക്കെ അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് കണ്ടല്ലേ. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സുരേഷ് സ്ഥാനാർത്ഥിയാവുന്നത്. സുരേഷും ഇങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര ആളായി? പ്രേംകുമാറായി, ജയൻ ചേർത്തലയായി, ഐഷ പോറ്റിയായി, സുരേഷായി. ഇനി അവിടുന്ന് അൻവറിനെ പോലെയുള്ള ആൾ അപ്പുറത്തുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. അൻവർ നേരത്തെ തന്നെ ഒരുങ്ങി ഇറങ്ങി. അൻവർ പിന്നെ രാഷ്ട്രീയക്കാരൻ തന്നെയാണല്ലോ. എങ്കിലും LDFൽ നിന്ന് അൻവർ ഇപ്പോൾ പോയി അവിടെ ഒരു ബേപ്പൂര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഹമ്മദ് റിയാസിനെതിരായിട്ടാണ് മത്സരിക്കുക. റിയാസ് മത്സരിക്കുമായിരിക്കും, അവരിതുവരെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ അവർ ഭയങ്കരമായ ക്യാമ്പയിനും അദ്ദേഹം തുടങ്ങി. അൻവറിൻ്റെ ഏറ്റവും വലിയൊരു ആഘാതം അദ്ദേഹത്തിന് ഏറ്റത് ജോയ് മാത്യുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. ജോയ് മാത്യു കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്ന ആളാണ്. ജോയ് മാത്യു ഇതൊക്കെ പറഞ്ഞത് സംഗതിയൊക്കെ VD സതീശൻ അധികാരത്തിലൊക്കെ വരും, പക്ഷേ അൻവറിൻ്റെ കാര്യത്തിൽ അവിടെ സ്കോപ്പില്ല, അൻവർ തോക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവനയുണ്ട്. ഇനി അവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണേട്ടൻ, CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവായ കുഞ്ഞികൃഷ്ണേട്ടൻ TI മധുസൂദനുമായിട്ടുള്ള വലിയ തർക്കം, പാർട്ടിക്കകത്തെ ഈഗോ അങ്ങ് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് മാറുകയും അവിടുത്തെ വലിയ ഗുരുതര ആരോപണം എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലേക്ക് വരുമ്പോൾ പറയുന്ന വാചകം പ്രധാനമാണ്, TI മധുസൂദനെ മത്സരിപ്പിക്കുന്നത് എന്തിനാണ്, അയാളെ മത്സരിപ്പിക്കാതിരുന്ന ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ബാക്കി അവർ ഉന്നയിക്കുന്ന കൊള്ളയൊക്കെ നടന്നോട്ടെ, പക്ഷേ മധുസൂദനെ മത്സരിപ്പിക്കാതിരുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈഗോ ക്ലാഷിലേക്ക് പോയ ഒരു രാഷ്ട്രീയ യുദ്ധമാണ് അവിടെയുള്ളത്. അവിടെ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് അടുത്തതായി കേൾക്കുന്ന വാർത്ത. ഇങ്ങനെ പല രീതിയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് വാളയാർ കേസിലെ കുട്ടികളുടെ അമ്മയെ അവിടെ മുഖ്യമന്ത്രിക്കെതിരായി കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയാവുന്നൊക്കെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പിണറായിക്കെതിരെ ധർമ്മടത്ത് പോയി സ്ഥാനാർത്ഥിയാക്കിയത്. എന്നിട്ട് അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയ രാഹുൽ മാങ്കൂട്ട് ഒരു വഴിക്കായി ആ അമ്മയ്ക്കെതിരായി CBIയുടെ കണ്ടെത്തൽ നമ്മുടെ മുമ്പിലുണ്ട് ആ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നയിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ചിന്തിപ്പിക്കുന്നത്, അത് CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരായാലും ഇങ്ങനെയുള്ള അവസരം ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മുന്നിൽ വളരെ മോശമായൊരു ഇമേജ് സൃഷ്ടിക്കുക. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അപ്പം ചിലപ്പം ഭയങ്കരമായ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടും. എങ്കിലും അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളെ നമ്മൾ ആ നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പോയി വേറെ സ്ഥലത്ത് നിൽക്കുമ്പം അയാളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ പ്രേംകുമാറിൻ്റെ പ്രശ്നം എന്താണ്? പ്രേംകുമാർ പറയുന്നത്, എന്നെ മാറ്റിയതുപോലെ സച്ചിദാനന്ദനെ മാറ്റിയില്ല എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദൻ
കഠിനമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ്. അപ്പോൾ ആ സച്ചിദാനന്ദനെ മാറ്റില്ല, പക്ഷേ എന്നെ മാറ്റി. അതുകൊണ്ട് ഞാനും സച്ചിദാനന്ദനും ഒരുപോലെ ഇരിക്കേണ്ട ആളാണ്. അതുപോലെ കാലാവധി പൂർത്തിയായ ആളുകളൊന്നും മാറ്റുന്നില്ല. എനിക്ക് പകരം മാത്രം റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചു, അതുകൊണ്ട് എനിക്കത് പറ്റില്ല, ഇവർ ശരിയല്ല, ഞാൻ ഭയങ്കരമായി വിമർശനം ഉന്നയിക്കുന്നതുകൊണ്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സംഘടനാ പ്രവർത്തകർ ആർക്കെതിരെയാണോ നിരന്തരമായി അറ്റാക്ക് ചെയ്തത് അവരെ തന്നെ എടുത്ത് ആനയിക്കേണ്ട സ്ഥിതി. അപ്പോൾ ബാലകൃഷ്ണപിള്ളയെ നേരത്തെ UDF ഇരുന്ന് CPM അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ കോടതിയിൽ പോയി ശിക്ഷിച്ച ഒരാളാണ് ബാലകൃഷ്ണപിള്ള. ആ ബാലകൃഷ്ണപിള്ളയെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായൊരു ആന്തരിക പ്രതിസന്ധിയുണ്ട് CPM അനുഭാവികൾക്ക്. അതിൻ്റെ തീവ്രമായി വ്യാപകമായി അതൊന്നോ രണ്ടോ ആയിട്ടാണ് അന്ന് അവർക്ക് വേണമെങ്കിൽ ആശ്വസിക്കാമെങ്കിലും അതിനുശേഷമുള്ള വ്യാപകമായ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പം നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെ? പാലക്കാട് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുകയാണെന്നാണ് കേൾക്കുന്നത്. PK ശശിക്കെതിരെ നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയും ഇനി AK ആൻ്റണി മാത്രമേ പറയാനുള്ള ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. രമേശ് ചെന്നിത്തല മുതൽ ഇങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി മുതൽ VD സതീശനും VT ബലറാമൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഉന്നയിച്ച ആരോപണങ്ങൾ, വിമർശനങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. അവരുടെ പാർട്ടിയിലുണ്ടായ ആഭ്യന്തരമായി നൽകിയ ഒരു പരാതിയുടെ തുടർച്ചയായി അവർ നടപടി സ്വീകരിച്ച് ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ ഒരാളെ ഇപ്പുറത്ത് സമാനമായ കേസുകളിൽ നടപടി പോരാ എന്ന് പറയുന്ന ആൾ അയാളെ തന്നെ ഏറ്റെടുക്കുകയാണ്. ശശിക്കെതിരെ അതാണല്ലോ പ്രശ്നം. ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ അയാൾക്കെതിരെ കേസെടുക്കുന്നില്ല, പോലീസിന് കൈമാറുന്നില്ല, അവർ പാർട്ടിയിൽ നിന്ന് തന്നെ നടപടി എടുത്ത് തീരുമാനിക്കുകയാണ്, പാർട്ടി കോടതി തന്നെയാണ് എന്ന് പറഞ്ഞ ആൾ പറയുകയാണിപ്പോൾ അയാളെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ട് ശശീനെ ഇവർ ഭയങ്കരമായി അവഗണിക്കുന്ന ഇങ്ങോട്ട് എടുക്കുകയാണെന്ന് പറയാം. ലീഗൊക്കെ അവിടുത്തെ തദ്ദേശ തലത്തിലുള്ള പരിപാടികളിൽ ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ് PK ശശിയെ തന്നെ. ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നത് കേൾക്കുന്നു. ഇങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ അവരുടെ ധാർമ്മികമായ ഒരു പ്രശ്നം, ആന്തരിക പ്രതിസ്ഥിതി എത്ര മാത്രമായിരിക്കും. നേതാക്കന്മാർക്ക് ഇത് പറഞ്ഞാൽ മതിയല്ലോ, കേൾക്കുന്ന ആളുകൾക്കാണുള്ളത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഏത് പാർട്ടി ആയാലും. അതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് PK ശശി. ഇനിയിപ്പോൾ PK ശശീനെ എങ്ങനെയാണ് ഇവർ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ ബാക്കി കിടക്കുന്നത്. ഇനി ആ നിലയിൽ സുരേഷിനെയും ഒരു സ്ഥലത്ത്, PK ശശി ഒരു സ്ഥലത്ത്, അങ്ങനെ മൊത്തത്തിൽ ഇപ്പം തന്നെ 10ഓളം ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണെന്നാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാവുക. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ട് യൂത്ത് കോൺഗ്രസ്സിന് ഇത്ര സംവരണം, മഹിളാ കോൺഗ്രസിന് ഇത്ര സംവരണം എന്നൊക്കെ പറയുന്നത് പോലെ CPM ഇത്ര സംവരണം, അവിടുന്ന് അവിടുന്ന് വരുന്ന CPMമാർക്ക് ഇത്ര സംവരണം എന്നും കൂടി പറയേണ്ട അവസ്ഥയിലേക്ക് പോകുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ഇതിലെ ഒരു ട്രാജഡി, പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ട്രാജഡിയും അതാണ്. എന്തായാലും പ്രേംകുമാർ മുതൽ PK ശശി വരെയുള്ള ആളുകൾക്ക് നല്ലത് മാത്രം വരട്ടെ, അവരുടെ അവസരങ്ങൾ ഇനിയും പൂവണിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാമെന്നേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ.